എന്റെ പൊന്നച്ചമ്മ എന്നത് ഞാൻ അകത്തോട്ട് കയറി പോട്ടെ. നീ അവിടെ നിക്കടാ. വേണ്ട വേണ്ട അവിടെ നിക്ക്. ഇതെന്ത് കഷ്ടാ. വേണ്ടപ്പെട്ടവർ വരട്ടെ, എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാം. എന്റെ വേണ്ടപ്പെട്ട ആൾ ഞാൻ തന്നെ. അപ്പൊ ഞാൻ അകത്തോട്ട് കയറി പോകും. എടാ നിനക്ക് എന്താ ചോദിക്കാനുള്ളതും കൊടുക്കാനുള്ളതും കൊടുത്തു. കൊടുക്കാനൊക്കെ തരാൻ പോണോ? സ്വത്തൊക്കെ വീതം വെച്ചാ നീ വേറെ തന്നോ? എനിക്ക് ചോദിക്കാനല്ലടാ മക്കളെ തരണം, എനിക്കിട്ട് തരാനാണ്. നീ എന്തുവാടാ പറഞ്ഞേ? കിളവന്മാരായുമ്പം അവിടെ ഏഷണി കയറ്റലും ഈ പാരവയ്പ്പൊക്കെ ഉണ്ട്. നീ എത്ര കിളവനായിട്ടാടാ നീ ഈ കള്ളത്തിലൊക്കെ നടന്ന് അമ്മാവനെ വിളിച്ച് പറയാൻ പോയത്? അപ്പൊ അച്ഛൻ അമ്മാവനെ വിളിച്ചല്ലേ എഴുന്നള്ളിച്ചല്ലേ? ഞാൻ പറഞ്ഞല്ലേ അമ്മാവനെ വിളിക്കല്ലേ എന്ന്. നീ പറഞ്ഞ കേൾക്കാതിരിക്കാണോ ഞാൻ? ഇവൻ ചെയ്ത പണി എന്താണെന്നറിയോ? ഇവൻ ഈ ഏഷ്യനെയൊക്കെ വെച്ചതിന് ശേഷം അമ്മ ഇവിടെ ഒന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഞാൻ അറിയരുത് ഇവനെ പാര വെച്ചെന്ന്. അതിനുവേണ്ടി ഇവൻ എന്നെ മാറ്റി നിർത്തി പറയാണ് അമ്മാവനെ വിളിക്കരുത്, അമ്മാവനെ വിളിച്ചു കഴിഞ്ഞാൽ അത് അച്ഛന് ദോഷം ചെയ്യും, അച്ഛന്റെ പേര് ചീത്തയാവും. എടാ കള്ള നിന്നെ ഞാൻ വെച്ച് കീഴ്ചിത്ത ഞാനാ. എന്നെ പറ്റി അപാദം പറഞ്ഞ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്റെ ആകളോട്. ഞാൻ അപവാദം പറയാൻ വേണ്ടി വിളിച്ചൊന്നുമല്ല. അമ്മ എന്നെ വിളിച്ചിട്ട് മറ്റേ ചക്കപ്പ മൈദയുടെ നമ്പർ ചോദിച്ചു. ചക്കപ്പ മൈദയുടെ നമ്പർ ചോദിച്ചെങ്കിൽ ഇങ്ങനെയാണോ പറയേണ്ടത്? നമ്മൾ ചോദിച്ചാൽ നമ്പർ ചോദിച്ചിട്ട് അങ്ങനെ ഫോൺ വെച്ചാൽ പോരെ? പന്നെ കളവനാണെങ്കിൽ പിന്നെ പന്നെ കളവെന്ന് പറഞ്ഞാൽ ചവിട്ടി കൂട്ട ഞാൻ. എന്നാ അച്ഛന്റെ അമ്മാവൻ എന്നെ വിളിച്ചിട്ട് ചുമ്മാ അങ്ങ് ചൊറിഞ്ഞു ഫോണിൽ കൂടെ. നിന്നെ എന്താ വേല പറഞ്ഞത്? അങ്ങനെ പറയാം. എനിക്ക് PSC കിട്ടാൻ പോകുന്നില്ല, സ്വത്ത് കിട്ടാൻ പോകുന്നില്ല, സരിതയുടെ മോള് ബ്രില്യൻ്റ് ആണ്, അവളെല്ലാം കൊണ്ടുപോകുന്നു. ആഹാ അത് എന്നെ വിളിച്ചു പറയാറുള്ളതാ. അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ എന്റെ മക്കളെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും പരിദൂഷണം പറച്ചില്ല പണിപാടി. എന്നിട്ട് പറയാം എനിക്ക് അച്ഛന്റെ ബുദ്ധി, അതാ ഞാനിങ്ങനെ മോണയായിട്ടിരിക്കുന്നത്. എന്തുവാ ഇത്? ഒരാള് കൊള്ളാലോ അമ്മാവൻ. എന്നാൽ എന്നെ പറ്റി പറഞ്ഞ അത് എനിക്ക് അതറിയാട്ടത്. എന്നെ പറ്റി എന്താ പറഞ്ഞു? അപ്പൊ അത്ര എന്നെ കുറിച്ച് ഇങ്ങനെ പോണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും തിരിച്ചു പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു അച്ഛമ്മ എന്നോട് പറഞ്ഞല്ലോ അമ്മാവൻ സ്വത്ത് മൊത്തം മടക്കി വെച്ചേക്കും, അച്ഛമ്മക്കൊന്നും കൊടുത്തിട്ടില്ല, മോശമല്ലേ, കഴിവുണ്ട സ്വത്ത് എഴുതി കൊടുക്കാൻ പോകും. ഇനി എന്നെ പറ്റി അങ്ങനെ അങ്ങാനും പറഞ്ഞ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി കൊടുക്കും കേട്ടല്ലേ. അച്ഛന്റെ കഴിഞ്ഞ ഒരു കാര്യം നീ ഓർത്തണം, ഇനി എന്നെ കുറിച്ചോ പുഷ്പയെ കുറിച്ചോ നമ്മൾ 4 പേര് ഈ 6 പേരെ കുറിച്ച് നിങ്ങൾ മക്കളെ കൂടെ ചേർത്ത് ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ എന്ത് ഏഷണി കയറ്റിയിട്ടാലും എന്ത് പാര വെച്ചിട്ടാലും നീ അവരെ തകർത്ത് കളയണം. ഞാനുണ്ടോ നിന്റെ കൂടെ? അന്യ അമ്മാവനെന്നോ കൊച്ചെന്നോ ഒന്നുമില്ല. ആര് പാര വെച്ചാലും തിരിച്ചു 4 ഇരട്ടി പാര അങ്ങോട്ട് വെച്ചു കൊടുത്തോളാം. നിനക്ക് ക്ഷീണം ഉണ്ടല്ലേ? അടിവേനെടുത്താ? ഇല്ല, നല്ല സുഖമാണ്. പോയി ചായ കുടി. പന്ന കളവൻ. പന്ന കളവല്ല, പരട്ട് കളവൻ. പോയി ചായ കുടിടാ. കളി നമ്മുടെ അടുത്താ. 2 ഇട്ടും വച്ചിട്ടുണ്ട് ഞാൻ. നീ അല്ലേടാ ഒരു അബോധം പറഞ്ഞോണ്ട് നടക്കണേ? എന്നെ ചുമ്മാ ചൊറിയാൻ വരുവാണ്. ഏത് അമ്മാനാണോ ഞാൻ നോക്കൂല, ഞാൻ വായി തോന്നൊക്കെ വിളിച്ചു പറയും. നീ വായെ തോന്നുന്നു വിളിച്ചു പറഞ്ഞു, പക്ഷെ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടില്ല. ചേച്ചിയെ പറ്റി ഞാൻ എപ്പോഴും അബോധം പറയുന്നത്. ഹലോ ഗൈസ്, ചായ കുടിക്കാ? അല്ല, ജ്യൂസ് കുടിക്കുക. ഓ നിങ്ങൾക്കറിയോ അടുത്ത ആഴ്ച ഞാനിവിടെ ഉണ്ടാവത്തില്ല. നാട് വിട്ടു പോവാ? നാട് വിട്ടൊന്നും അല്ല, ഞാൻ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നല്ല AC കൊണ്ടങ്ങ് ഇരിക്കുമായിരിക്കും. അടുത്ത ആഴ്ച ഞാനും ഇവിടെ ഉണ്ടാകത്തില്ല, ഞാനും കാണൂലടി. നീ എങ്ങും പോണില്ല, നീ ഈ മൂലക്കാണ് ഇരിക്കണുണ്ടാവും, ചൂടും കടിച്ച് വേർത്ത് ഒലിച്ച്. ഞാൻ ഈ മൂലക്കാണ്, നീ ഈ മൂലക്ക് തന്നെയാണോ എൻ്റെ കൂടെ? ഞാൻ ഒരു മൂലയ്ക്കും ഉണ്ടാവത്തില്ല. ഞാൻ ആ ഹോട്ടലിൽ നല്ല ഷെഫുമാരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ടെസ്റ്റ് ചെയ്ത് അങ്ങ് തീർക്കാണ്ടിരുന്നാ മതി. തീർക്കാൻ ഞാൻ തീറ്റ പണ്ടാരല്ല ചിലവരെ പോലെ. ആരാണ് ഇവിടെ തീറ്റ കൊതിച്ചെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അല്ല, നിനക്ക് അവിടെ എത്രയാ സാലറി? ഒരു 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണെന്നാണ് തോന്നുന്നത്. 1 ലക്ഷം വരെയാ? ചുമ്മാ ടെസ്റ്റ് ചെയ്താനാ? നീ എന്താ വിചാരിച്ചേ? സാലറി കിട്ടുമ്പോ എന്നെയൊക്കെ നീ ഓർക്കണം കേട്ടോ. റെസ്പെക്ട് ചെയ്യണം എന്നെ. നിന്നെ എനിക്ക് ബഹുമാനം ഉണ്ടല്ലോ, ആരാ ഓർന്നില്ലെന്ന്. ഇവിടെ ഇങ്ങോട്ട് വാ. വേണ്ട, അത്ര ഇറക്കം മതി, അത്ര റെസ്പെക്ട് ഒക്കെ മതി. വല്ലാണ്ട് നകളിക്കല്ലേ. ആദ്യം ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടട്ടെ. ഇന്റർവ്യൂ ഒക്കെ ഡമ്മിയാണ്, അപ്പച്ചി എല്ലാം പറഞ്ഞ് സെറ്റാക്കി. വെറുതെ അല്ലല്ലേ അപ്പച്ചിയുടെ വാലുമ്പോ തൂങ്ങി കിടക്കണേ. പിന്നെ ചേച്ചി എന്താ വിചാരിച്ചത്? കാര്യം നടക്കാനേ കഴുതക്കാലും പിടിക്കണമെന്നാ. ആരാ കഴുത? അപ്പച്ചി. എടാ, ഈ ജോലി കിട്ടിക്കഴിഞ്ഞാലേ അപ്പച്ചിക്ക് കൊടുക്കാനുള്ള എല്ലാ പണിയായിട്ട് കൊടുക്കുന്നുണ്ട്. നീ അവളെ കൊള്ളാലോടി. എന്ത് ചെയ്യേ? ജോലി കിട്ടട്ടെ, നോക്കാം. ജോലിയൊക്കെ കിട്ടും. ഞാനേ പോയി എന്തെങ്കിലുമൊക്കെ 4-5 അക്ഷരം പഠിക്കട്ടെ. ഡമ്മി ആണെങ്കിലും ഇന്റർവ്യൂന്ന് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അവളുടെ കുരുട്ടുബുദ്ധി കണ്ടാ ചേച്ചി, അപ്പച്ചിക്കിട്ട് എന്തായാലും പാണി കിട്ടുമെന്ന് ഉറപ്പാ.
അപ്പച്ചി അവക്കിട്ട് പണി കൊടുക്കാണ്ടിരുന്നാ മതി. ഏയ് ഏയ്